ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. എവിടെ നോക്കിയാലും ഒരു ഓണ വൈബ്, ഓണപ്പരിപാടി, ഓണസദ്യ, ഓണക്കോടി, അങ്ങനെ. ഇവിടെ ജർമ്മനിയിലും ഓണം എത്തിയേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നീ പോകുന്നത് ജർമ്മനിയിലെ കൊളോണിൽ നടക്കുന്ന യങ് ഫാമിലി മീറ്റിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനാണ്. സത്യം പറഞ്ഞാൽ ജർമ്മനിയിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. സാധാരണയായി നമ്മൾ കുറച്ച് മലയാളീസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു പോട്ട്ലക് രീതിയിൽ ചെറിയ രീതിയിലാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഇത്തവണത്തെ ഓണാഘോഷം യങ് ഫാമിലി മീറ്റിന്റെ കുറച്ചു കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഞങ്ങളിലുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഈ സ്കൂളിലാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ചെയ്തത്, ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു വെച്ചു. നമ്മുടെ പൂക്കളത്തിന്റെ അവസാന മിനുക്കുപണിയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഒരു ഷീറ്റിൽ ഡിസൈൻ വരച്ച് അതിലാണ് പൂവിട്ടിരിക്കുന്നത്. സ്റ്റേജിൽ തിരുവാതിര ടീം അവരുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നെയാണ് ഒരു ലാസ്റ്റ് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ചൂടുപിടിച്ച വിഷയം എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് മാവേലി കിട്ടിയിട്ടില്ല. എല്ലാവരിലും കാണാം അതിൻ്റെ ഒരു ടെൻഷൻ, എല്ലായിടത്തും അതിൻ്റെ ഡിസ്കഷനാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ നന്നായിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാവേലിയാകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഡിസ്കഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോഴാണ് ഞാൻ നടുക്കുന്ന വാർത്ത അറിഞ്ഞത്. ആരാണ് ഇപ്പോഴത്തെ മാവേലി എന്നല്ലേ? ഇതാ നോക്ക്, ആരായി മാവേലിന്ന്. സുഭാഷ് എണ്ണ പിടിച്ചിട്ട് എല്ലാവരും മാവേലിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സമാധാനമാണ്. പക്ഷെ ഒരാളുടെ മുഖത്ത് മാത്രം ഞാൻ പെട്ടുപോയല്ലോ എന്നൊരവസ്ഥയുമാണ്. അടുത്ത വലിയ ടാസ്ക് എന്ന് പറയുന്നത് മാവേലിക്ക് മീശ വരയ്ക്കലാണ്. സുന്ദരിക്ക് ഒരു പുട്ടുതൊടൽ എന്ന് പറയുന്ന പോലെ മാവേലിക്ക് എങ്ങനെ വൃത്തിയായി മീശ വരയ്ക്കാം, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ, ഇത് വേണം, കളഭം വേണ്ടേ? അതിൽ കളഭം കൈ വറക്കുന്നുണ്ടോ? അത് ആർട്ടിസ്റ്റ് ആദ്യം അതാരായിരുന്നു മാവേലി? അതല്ലേ സൊമാലിയ മാവേലി? ഇപ്പൊ ഞങ്ങളുടെ മുതലായത് സത്യ സ്ഥിരമായിട്ട് വേണമെങ്കിൽ എടുത്തോളൂ. എന്നെക്കാളും ഒരു ചിരി വരുന്നു വരയ്ക്കാൻ പറ്റും. നീ നേരം നോക്കി മറ്റേ ബെർലിനിലെ ഒരു പരിപാടി കണ്ടില്ല, ജർമ്മൻകാരൻ അപ്പൂപ്പനോട് ഏതൊരു പുള്ളിക്കാരൻ ഇന്ന് രാവിലെ ചേട്ടൻ പറഞ്ഞായിരുന്നു മാവേലി ഇല്ല. ഞാൻ തൽക്കാലം പോകുന്ന വഴിക്ക് ഏതെങ്കിലും കുമ്പിയുള്ള ജർമ്മൻകാരെ പിടിക്കാം. മാവേലിയുടെ മേക്കവറിലെ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മീശ വരയ്ക്കലായിരുന്നു. ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ആ മീശ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ പിന്നെ മാവേലി ആവില്ലല്ലോ, മറ്റേ കൊമ്പമീശക്കാരനായി പോകും. അതുകൊണ്ട് തന്നെ മാവേലിയുടെ മീശ വരയ്ക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടിച്ചൊരു കാര്യം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മാവേലിയുടെ മേക്ക് ഓവറാണ്. അതായത് എല്ലാവർക്കും ഈ മാവേലിനെ കാണുമ്പോൾ എവിടേക്കോ ഒരു ഗന്ധർവന്റെ ലുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗന്ധർവനെ ഒന്ന് മാവേലി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെല്ലാവരും. മാവേലിക്ക് കോഫി ആയിട്ട് പ്രേമം വന്നിരിക്കുന്നു. കുറെ സമയത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ മാവേലി റെഡി ആയിട്ടുണ്ട്. ഇനി മാവേലിയുടെ എൻട്രി ആണ് അടുത്തത്. അപ്പോഴാണ് അറിഞ്ഞത് മാവേലി 2 വാക്ക് സംസാരിക്കാനുണ്ടെന്ന്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒന്നുമില്ലെങ്കിലും അത് മാത്രം പറഞ്ഞ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ വാദ്യമേള ടീം. ഇവിടെ ജർമ്മനിയിലുള്ളവർ തന്നെയാണ്. അപ്പൊ നമ്മുടെ മാവേലി സ്റ്റേജിലേക്കുള്ള എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഈ യങ് ഫാമിലി നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സന്തോഷ് ചേട്ടാ. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്നതാണ് മാവേലി, പിന്നെ പൂക്കളം,
സദ്യ, അങ്ങനെ ഓരോന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ മാവേലി ഇല്ലാതെ എന്തോണം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് മാവേലി കുറച്ചു നേരം മുന്നേ പോന്നു. കാര്യം 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഓണം. പക്ഷെ DB ഒക്കെ ലേറ്റ് ആയതുകൊണ്ട് പുള്ളി ഇത്തവണ DB എടുത്തത് കുറച്ച് ഡിലേ ആവുന്ന നേരത്തെ പുള്ളി കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെ തൊട്ട് വളരെ നേരത്തെ എത്തിപ്പോയി. അപ്പൊ എനിവേ നമ്മളുടെ പ്രിയപ്പെട്ട മാവേലിനെ നമ്മൾ ഈ സുന്ദരന്മാരോടും കൂടെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോ മാവേലി ആൻഡ് ടീം പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. മാവേലിക്ക് സുഖല്ലേ? നല്ല സുന്ദരം മാവേലി കേട്ടോ അല്ലേ? മാവേലിക്ക് ഞങ്ങളോട് എന്താ പറയാനുള്ളത്? 2 വാക്ക് ഞങ്ങളോട് കൂടെ സംസാരിച്ചിട്ട് ഇത് പോകും. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മാവേലി തമ്പുരാൻ. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓരോ വർഷവും ഇതുപോലെ എല്ലാവരെയും ഈ ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ ഈ മാവേലി തമ്പുരാന് ഒരുപാട് സന്തോഷം, എനിക്ക് അറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ ഓണാഘോഷത്തിൽ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഈ ഓണാഘോഷം സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഓണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുകയാണ്. എല്ലാ പരിപാടിയുടെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എടുത്ത വീഡിയോസ് തന്നെ അതിൻ്റെ വീഡിയോയുടെ സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ട്, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ. പ്രോഗ്രാമിന് ശേഷം പിന്നെ നടന്നിട്ടുണ്ടായത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു മാവേലിയുടെ കൂടെ. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സദ്യ, ഓണസദ്യ. എനിക്ക് തോന്നുന്നു ഓണസദ്യ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. കൂടാതെ ഇവിടെ ജർമ്മനി വന്നതിന് ശേഷം അതിനുള്ള ഇഷ്ടം കുറച്ചും കൂടെ കൂടി. ഇപ്പം ഇതാ ഈ സദ്യയുടെ സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. സദ്യക്ക് ശേഷം പിന്നെയും ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഈ കുട്ടി സംസാരിക്കുന്നത് ജർമ്മനിയിൽ ഓണത്തെക്കുറിച്ചും ഓണസദ്യയെക്കുറിച്ചുമാണ് കേട്ടോ.
നമുക്ക് 15 സെക്കൻഡാണ് സമയമുള്ളത്. ഓക്കെ, 15 സെക്കൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മുട്ടായികളെല്ലാം നമുക്ക് പറക്കാവുന്നതാണ്. കുട്ടികളെ ഏറ്റവും എൻജോയ് ചെയ്ത പരിപാടിയായിരുന്നു ഇത്. കുട്ടികൾ മാത്രമല്ല ഇത് കണ്ടതെന്ന് മുതിർന്നവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഈ കുട്ടികളും ആദ്യമായിട്ടാണ് ഈ ഓണത്തിൻ്റെ ഈ ഒരു നമ്മുടെ മിഠായി പെറുക്കൽ പോലെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു. ഇതിന് ശേഷമുള്ളതൊക്കെ ഇനി ഔട്ട്ഡോർ ഗെയിംസുകളാണ്. അപ്പം അതിലേക്ക് പോകാം നമുക്ക്. ആരാ സെക്കൻഡാ? കമ്പവലി അഥവാ വടംവലി, നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പറയുന്നത് കമ്പവലി എന്നാണ് കേട്ടോ. ഈ കമ്പവലി ഇല്ലാതെ എന്തോണല്ലേ? ഓണത്തിന്റെ ഒരു കലാശക്കൊട്ടൻ എന്ന് പറയുന്നത് ഈ കമ്പവലിക്കുമ്പോൾ ആ ഒരു ഹരം ഉണ്ടല്ലോ, അതാണ്. ഇന്ന് ഇവിടെ ജെൻസിന്റെ 3 ഗ്രൂപ്പുകളാണ് പങ്കെടുക്കുന്നുള്ളത്, ലേഡീസിൻ്റെതും ഉണ്ട്. പിന്നെ സൈഡിൽ നിന്ന് ജെൻസിന്റെയും ലേഡീസിന്റെയും കമ്പവലി കണ്ടപ്പോൾ അതിൽ നിന്ന് ആവേശപ്രദമായിട്ടുള്ള കുട്ടിപ്പട്ടാളങ്ങൾ കാണുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി റെഡി എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവർ വലിക്കുന്നുണ്ടായിരുന്നു. ആര് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടും അവർ നിർത്തുന്നുണ്ടായിട്ടില്ല. വടംവലി മത്സരത്തിൽ വിജയിച്ച ടീമുകൾക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് ശേഷം പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ജർമ്മനിയിൽ വന്നതിന് ശേഷം നല്ലൊരു ഓണാഘോഷം സമ്മാനിച്ച യങ് ഫാമിലി മീറ്റിന് നന്ദി. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.